ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് എക്കണോമിക് ടൂൾസ് ഓർ പ്രിൻസിപ്പൾ ഇൻ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. തേർഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ഫോർത്ത് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഇക്വിമാർജിന പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ മൂലം ബിസിനസ്സിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നത് എന്നതാണ് ഇൻക്രിമെൻ്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിസിഷൻ എടുത്തത് മൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ബിസിനസ്സിനെ ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഫേവറബിൾ ആവാം, അല്ലെങ്കിൽ അൺഫേവറബിൾ ആവാം. ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഇൻക്രിമെൻ്റലിസത്തിൽ പറയുന്നത്. മാനേജറിയൽ എക്കണോമിക്സിൽ ഇൻക്രിമെൻ്റൽ എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്: ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്രിമെൻ്റൽ റവന്യൂ മീൻസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ടോട്ടൽ റവന്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാൽ അതിനെ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്നതുകൊണ്ട് പറയുന്നു. ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കുറയ്ക്കുന്നതും ഇൻക്രിമെൻ്റൽ റവന്യൂ കൂട്ടുന്നതും ആയ രീതിയിലായിരിക്കണം. ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി തിയറീസ് ഓഫ് കൺസപ്ഷൻ, പ്രൊഡക്ഷൻ, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ തിയറീസിലെല്ലാം നമ്മൾ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. മാനേജറിയൽ എക്കണോമിക്സിൽ ടൈമിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയ റോൾ തന്നെ ഉണ്ട്. മാർഷൽ എന്ന് പറയുന്ന വ്യക്തി ടൈമിനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് സെക്യുലർ പീരീഡ്. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന മെയിനായിട്ട് ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ, ഈ രണ്ട് എഫക്റ്റുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ് എന്നതിൽ ഈ 4 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്: വെരി ഷോർട്ട്, ലോങ് ആൻഡ് സെക്യുലർ. അപ്പോൾ നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അത് റവന്യൂവിൽ അല്ലെങ്കിൽ കോസ്റ്റിൽ എങ്ങനെയുള്ള ചേഞ്ചാണ്, ലോങ് റണ്ണിലുള്ള എഫക്റ്റ് ആണോ ഷോർട്ട് റണ്ണിലുള്ള എഫക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ് എന്ന കോൺസെപ്റ്റിൽ ഇതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. റുപ്പി റിസീവ്ഡ് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദി റുപ്പി റിസീവ്ഡ് ഇൻ ടുമോറോ. നമ്മൾ ഇന്ന് ലഭിക്കുന്ന റുപ്പി എന്നത് നാളെ ലഭിക്കുന്ന റുപ്പിയേക്കാളും മൂല്യം ഏറിയതാണ് എന്നതാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്. ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മണി വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് മണി വാല്യൂവിന് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്നതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയുടെ പ്രസൻറ്റ് വാല്യൂ, അതായത് ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ കിട്ടുന്ന മണിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിലൂടെ ആ മണി ഫ്യൂച്ചറിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കുന്നത് എന്നതൊക്കെ അറിയാനായിട്ട് പറ്റും. ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ബിസിനസ്സിൽ നടക്കുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റുകളും നമുക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെയൊക്കെ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വളരെയധികം യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ, ഇക്വിമാർജിന പ്രിൻസിപ്പിൾ. ദിസ് ഈസ് വൺ ഓഫ് ദി വൈഡ്ലി യൂസ്ഡ് കോൺസെപ്റ്റ് ഇൻ മാനേജറിയൽ എക്കണോമിക്സ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ അതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടാനായിട്ട് ഇൻപുട്ടിനെ നമ്മൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നതൊക്കെയാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓരോ ഇൻപുട്ടിൽ നിന്നും ലഭിക്കുന്ന ഔട്ട്പുട്ട് ഈക്വൽ ആവുന്ന രീതിയാവണം. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ പ്രിൻസിപ്പിളിലൂടെ അറിയാനായിട്ട് പറ്റും. മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഇൻപുട്ടിനെ അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ആദ്യം മുതൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ബേസിക് എക്കണോമിക് ടൂൾസ് ഓർ പ്രിൻസിപ്പിൾ ഇൻ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി: പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ആൻഡ് ഇക്വിമാർജിന പ്രിൻസിപ്പിൾ.
അത് ഓരോന്നും എന്താണെന്ന് നോക്കി. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം എന്താണെന്ന് നോക്കി. പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ആൻഡ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ. ഇത്രയൊക്കെയാണ് നോക്കാനായിട്ടുള്ളത്. താങ്ക് യു.